നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് റേഡിയോ മാംഗോ ഫാൻ ഫെസ്റ്റിന് വേണ്ടിയിട്ടാണ്, വിച്ച് ഇസ് ബ്രോട്ട് ടു യു ബൈ ഗുരുവായൂർ അമ്പലനടയിൽ ഇൻ അസോസിയേഷൻ വിത്ത് മിലാൻറ്റിക് ബൈ മിലൻ പോൾ. റേഡിയോ മാംഗോ ഫാൻ ഫെസ്റ്റ്, വി ആർ സെലിബ്രേറ്റിംഗ് ബേസിൽ ജോസഫ്. ഇന്നത്തെ ദിവസം നമ്മളൊരു ചെറിയ വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. എല്ലാം അവിടെ ഈ ബേസിൽ ഇയാൾക്ക് എന്താ പ്രത്യേകത? ബേസിലിന്റെ ചിരി എല്ലാരും പറയുന്നോണ്ട് ഞാൻ പറയുന്നില്ല. സാറ് ഭയങ്കര അടിപൊളിയാണ്. പുള്ളിയുടെ സിനിമകള് ഒക്കെ അടിപൊളിയാണ്. സാർ ഇത്ര വലിയ സംഭവമായിട്ടും പുള്ളി ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ ഭയങ്കര കൂളായിട്ടൊക്കെ അല്ലേ സംസാരിക്കാറ്. പിന്നെ പുള്ളിയെ കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ചിരിച്ച് നമുക്കറിയാം പുള്ളിന്റെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം സംഭവം കിടുവായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഒരു എനർജി, ഒരുപാട് ഹാപ്പിയാണ് ശരിക്കും സാറിന്റെ ഓരോ ഫിലിംസ് കാണുമ്പോഴും. താങ്ക് യു സോ മച്ച് സർ. ബേസിലേട്ടായി ഇസ് ലൈക്ക് എ വികാരം. ജെ ഹെ സിനിമ കണ്ടപ്പം അതിനകത്ത് ആക്ച്വലി കുറച്ചൊരു വില്ലൻ ക്യാരക്ടർ ആണല്ലോ, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണല്ലോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നുമായിരുന്നു. ഭയങ്കര ക്യൂട്ടാ. പിന്നെ സാറിന്റെ പാട്ടിന്റെ ഒക്കെ ഭയങ്കര വലിയ ആരാധകയാണ് ഞാൻ, പ്രത്യേകിച്ച് പുതിയ മുഖം പോലെയുള്ളത്. ഫാമിലി സ്റ്റാർ എന്ന് തന്നെ നമുക്ക് സാറിന് പറയാനായിട്ട് സാധിക്കും. എവിടെയോ എന്തോ ഒരു തകരാറ്. പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി ഭയങ്കര ഇംപ്രസീവ് ആണ്. ഭാവങ്ങൾ മാറി ഓടി പോയത് കണ്ടില്ല, അതിലേക്ക് പോയി. നമ്മുടെ ഏഷ്യൻ അക്കാഡമി അവാർഡ്സ് ഒക്കെ ഞാൻ ആക്ച്വലി അറിയുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് അവിടെ പോയി ഒരു അവാർഡൊക്കെ വാങ്ങിക്കാൻ അവിടെ നിന്നപ്പോഴാണ് നമ്മൾ ഇതിന്റെ പല കാര്യങ്ങളും അറിയുന്നത്. പൊക്കി പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ പുതിയ ശ്രീനിവാസനാണ് നമ്മുടെ ബേസിൽ ജോസഫ്. കറക്റ്റ് സാർ. അഭിനയിക്കും, സംവിധാനം ചെയ്യും. അതിലൊക്കെ ഉപരി ആ ചിരി ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും വിട്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഒരു മലയാളം സിനി ഫീൽഡിൽ സാർ ഒരുപാട് സാറിന്റെ നല്ല ഫിലിംസ് ഒക്കെ തന്നിട്ടുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. മലയാളം സൂപ്പർ ഹീറോ, ഒരു ഭയങ്കര സിനിമ തന്നെയാണ് സർ. സോ താങ്ക് യു ഫോർ ഓൾ ദാറ്റ് ബെസ്റ്റ് സിനിമാസ് ദാറ്റ് യു കീപ് പുഷിംഗ് ഔട്ട്. എനിക്ക് സാറിന്റെ മൂവീസിനെക്കാളും ഏറ്റവും ഇഷ്ടം സാറിന്റെ പാട്ടാണ്. ബേസിൽ നല്ല ക്യൂട്ടാണ്. ഒന്നുകൂടെ പറയണോ? അറിയാത്ത ആളെ പറ്റി എങ്ങനെയാ കഥയൊക്കെ പറയാ? ക്രഷല്ലേ എനിക്കല്ലേ? സെറ്റ് പറയട്ടെടാ. മതിയാടാ. ഓഹോ, എന്നാ ശരി. ചേടാ പുള്ളിക്കാരൻ കൊള്ളാലേ അല്ലേ? ഇനി പ്രത്യേകിച്ച് എന്താ പറയണേ, എല്ലാം ഈ വീഡിയോയുടെ അകത്തുണ്ട്. എന്താ അല്ലേ ബേസിൽ, എന്റെ മുഖത്ത് നോക്കൂ. സോ നമുക്കിനി ഒരു നിറഞ്ഞ കയ്യോടിയോടുകൂടെ ബേസിലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ് ബേസിൽ. നമുക്കപ്പം അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇതിപ്പോ എല്ലാവരും ബേസിൽ ജോസഫിനെ ആരാധിക്കുന്ന ആൾക്കാരാണ് ഇന്നിവിടെ ഉള്ളത്. ആരാധിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അമാനുഷികനൊന്നുമല്ല, പക്ഷെ അമാനുഷികനെ ഉണ്ടാക്കിയിട്ടുണ്ട് താങ്കൾ അല്ലേ? ഒരു സാധാരണക്കാരനിലെ അമാനുഷികനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പോലെയുള്ള ഒരു പാവം പയ്യൻ, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ചെറുപ്പത്തിൽ ഇതുപോലെ ഹാർഡ് കോർ ഫാനായിരുന്നത് ആരുടെയായിരുന്നു ചെറുപ്പത്തിൽ? സിനിമയിലാണോ അതോ സിനിമയില്? വേറെ ആരും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ല, അങ്ങനല്ല. ക്രിക്കറ്റ് കളിയിലായിരുന്നു സച്ചിനായിരുന്നു. ഓ യെസ്. സിനിമയില് മോഹൻലാൽ ഫാനായിരുന്നു. ഓക്കെ. സാധാരണ രീതിയിൽ പള്ളിയിലച്ഛൻ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മളുടെ അടുത്ത് സിനിമ കാണാൻ പറയില്ല, സിനിമ ഒന്നും കാണരുതെന്നായിരിക്കും മിക്കവാറും പറയണ്ടാവുക. അങ്ങനെ ഒരു വേൾഡിൽ നിന്ന് വന്ന ഒരു കക്ഷിയാണ് ബേസിൽ. സിനിമയുടെ ടെക്നിക്ക് ഒന്നും പിടുത്തമില്ലാണ്ട് ഇതിനകത്തേക്ക് കടന്നൊരു വ്യക്തിയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തത്? ലൈക്ക് ഇല്ല, സ്ട്രോങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ മൊത്തത്തിൽ എല്ലാവരുടെ അടുത്തും കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ബേസിക്കലി എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു ആൾക്കാരെ മൊത്തത്തിൽ. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും അങ്ങനെ കഥകളൊക്കെ പറയുക എന്നുള്ള. അപ്പോൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിലിപ്പോൾ ഏത് രീതിയിൽ പോയാലാണ് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും RJ ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാനോ എന്താണ് ആ റൂട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓക്കെ, ചിലപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എൻ്റെ ഡെസ്റ്റിനി. അങ്ങനെ അതിലേക്ക് എത്തിയതാണ്. ആ എടുത്ത തീരുമാനം പിന്നീട് കറക്റ്റായിരുന്നു. ഇതായിരുന്നു, ഇതല്ലാതെ എനിക്ക് വേറൊന്നും അറിഞ്ഞൂടാ എന്ന് പിന്നെ ക്ലിയർ ആയത്. അപ്പോൾ അത് ഡെസ്റ്റിനിയാണ് എന്നെ അവിടെ എത്തിച്ചത്. ബാക്കി പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി ഹാർഡ് വർക്കും ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിലാണ് പിന്നെ ബാക്കി നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി
ഡെസ്റ്റിനിയാണ് എന്നെ അവിടെ എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജാനേമൻ മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല, അതായത് മിന്നൽ മുരളി പോലെ ഒരു ജൈജാൻറ്റിക് പടം ഡയറക്റ്റ് ചെയ്തിട്ടാണ് ജാനേമനിൽ വന്നിരുന്ന് അഭിനയിക്കുന്നതെന്ന്. എങ്ങനെയാണ് താങ്കൾ അതിന് ഇത്ര ലൈറ്ററായിട്ട്, എങ്ങനെയാണ് ക്രിക്കറ്റിൽ നമുക്കൊരു ക്യാപ്റ്റൻ കൂൾ ഉള്ളതുപോലെ എങ്ങനെയാണ് താങ്കൾ ഒരു കൂൾ മനുഷ്യനാവുന്നത്? ജാനേമൻ ഷൂട്ട് ചെയ്യുമ്പോൾ മിന്നൽ മുരളി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ ഇച്ചിരിയോടെയൊക്കെ ജാട കാണിച്ചേനെ. ജാട കാണിച്ചേനെ. മിന്നൽ മുരളി ഡയറക്ടർ മാറി. ഇത് ജാനേമൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കോവിഡ് വന്ന് മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ജാനേമൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെയും ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പിന്നെയും കിടക്കുമായിരുന്നു മിന്നൽ മുരളിയുടെ. മിന്നൽ മുരളി അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അഭിനയിക്കുകയല്ലേ, ഡയറക്റ്റ് ചെയ്യുന്ന സമയത്താണല്ലോ. ഇപ്പൊ മിന്നൽ മുരളിലേക്ക് ഇറങ്ങിയല്ലോ, എന്നിട്ടും ജാട വന്നിട്ടില്ല. ജാടയൊക്കെ ഉണ്ട്. അത് ശരിയാ, കാരണം ചില അസിസ്റ്റൻസ് പറഞ്ഞായിരുന്നു, അതെ ചില അസിസ്റ്റൻസ് പറഞ്ഞായിരുന്നു ഡയറക്ടർ സാറ് അത്ര കൂളല്ല, ഡയറക്ടർ സാറ് ഇടയ്ക്കിടയ്ക്ക് സെറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ ഭയങ്കര പ്രഷറുള്ള ജോലി ചെയ്യാണല്ലോ. അഭിനയിക്കുമ്പോൾ അത്രയും അങ്ങനത്തെ ഒരു പ്രഷർ ഇല്ലല്ലോ. ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്താ പറയുക, അത്രയും സെറ്റിനെ മാനേജ് ചെയ്യണം. ഇത്ര ആൾക്കാർ, നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഡെഡ് ലൈൻസ്, ഷെഡ്യൂളിൻ്റെതായ പ്രശ്നങ്ങൾ, അത് ഇത് ക്രൈസിസ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു ലോഡ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും. അപ്പം ചൂടാവും. പക്ഷെ ബേസിൽ ചൂടായ ആൾക്കാർക്ക് പേടി വരുമോ? പേടി വരുമായിരിക്കും. പക്ഷെ നഹാസ് ഹിദായത്ത്, അദ്ദേഹം നമ്മളുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടല്ലോ, RDXന്റെ ഡയറക്ടർ. നഹാസ് പറഞ്ഞു സെറ്റില് ഉച്ചയ്ക്ക് ഉറങ്ങാതിരിക്കാൻ പാട്ട് പ്ലേ ചെയ്ത ഒരു പ്രത്യേക അസുഖം ഉണ്ടെന്ന്. അല്ല, സെറ്റില് എല്ലാവരും ഒന്ന് ഓണായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ മാത്രം അത് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഈ സിനിമ അവരുടെയും കൂടെ സിനിമയായിട്ട് എല്ലാവർക്കും തോന്നണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കുമായിരുന്നു, പാട്ട് പ്ലേ ചെയ്യുമായിരുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. ക്രൂ, അഭിനയിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ആയിട്ടും ഒരുമിച്ച് നിന്ന് ഡാൻസൊക്കെ കളിക്കും. എല്ലാവരുമായിട്ടും അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എല്ലാവർക്കും ഒരു ടീം ആയിട്ട് ഫീൽ ചെയ്യുന്ന, അപ്പോഴാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്താണ് ബേസിലിനോട് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ചില ആൾക്കാർ ചില ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ പ്ലേ ചെയ്യാം, അത് കാണുക, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഒരു സയൻസ് ഫിക്ഷൻ മൂവി ചെയ്യുമോ? ഡാർക്ക് ഷെയ്ഡ്. അജ്മലാണ് ഇത് ചോദിച്ചത്. അജ്മൽ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ നിലവിൽ അതിന് പ്ലാൻ ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി സൈഫൈ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറാണ്. അപ്പോൾ അത് ഡാർക്ക് ഷെയ്ഡൊക്കെ ചെയ്യാൻ അറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി സൈഫൈ മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു സ്പേസിലിരിക്കുന്നൊരു ജോണറാണ്. മേ ബി 1-2 സിനിമയെ കഴിയുമ്പോൾ. ഏതാ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു പ്രചോദനം, ഏതെങ്കിലുമൊക്കെ സയൻസ് ഫിക്ഷൻ കണ്ടിട്ട്? അത് ഞാൻ ഇവിടെ പറയൂല. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണമായിരുന്നു. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ മലയാളിയുടെ മനസ്സറിഞ്ഞ സ്റ്റോറി കൊണ്ടുവരുന്നു? സാവ്ലോഗ്സ്. അല്ല, ഞാനൊരു മലയാളി ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്കതല്ലേ ചെയ്യാൻ അറിയൂ. പക്ഷെ ബേസിക്കലി നമ്മൾ അങ്ങനത്തെ സിനിമ കണ്ട് വളർന്നിട്ടുള്ള ആളാണല്ലോ. അപ്പം നമുക്കും എല്ലാവർക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് ബേസിക്കലി. ഞാനിവിടെ തന്നെ ജീവിക്കുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്കും ഞാനൊരു സാധാരണ പ്രേക്ഷകനായിട്ട് സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ എന്നിലെ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന സിനിമ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു കാലഘട്ടം വരെ അത് ബാക്കിയുള്ളവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു പ്രത്യേക പർട്ടിക്കുലർ ഏജ് വരെ, ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആവുന്ന പ്രായം വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, ഡൺ. സാവ്ലോഗ് ഹാപ്പിയായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിന്നൽ മുരളി 2-ൽ വില്ലനായി പൃഥ്വിരാജ് മതി. ഇതിലെവിടെയാ ചോദ്യം? ചോദ്യമില്ല, പക്ഷെ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഉത്തരം വേണ്ടല്ലോ. ഓക്കെ, വരവ് വെച്ചിരിക്കുന്നു അല്ലേ? പൃഥ്വിരാജിനൊന്ന് അറിയിക്കണം. ഞാൻ ആലോചിക്കാം. ഓക്കെ, എന്നാണെങ്കിലും നമ്മളിപ്പം 3 പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഇനി നമുക്ക് ഇവിടെ ഓഡിയൻസിൽ ഇരിക്കുന്നുണ്ട് ചില ആളുകൾ, അവരെ നമുക്ക് തെരഞ്ഞു പിടിച്ചാലോ? കൃഷ്ണ. ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി കമൻസ് കണ്ടു. എല്ലാവരും സീരിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടേക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു ഫണ്ണി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന്. ധ്യാൻ ശ്രീനിവാസനെ പറ്റിയിട്ട് 5 ഇല്ല കള്ളക്കഥ പറയണം, ബട്ട് സത്യമാണെന്ന് തോന്നണം.
ഓ തോന്നണം. 5 എണ്ണം പറയണം. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കരുത്. ധ്യാൻ ചേട്ടനെ ഇയാൾക്ക് പറ്റി തോന്നണോ? സത്യമായിട്ട് തോന്നണം, പക്ഷെ കള്ളക്കഥ ആയിരിക്കണം. അല്ലേലേ ധ്യാനം അതെ, അത് സത്യമാണെന്ന് തോന്നാതിരുന്ന കുഴപ്പമുണ്ടോ? സത്യമില്ല, സത്യമെന്ന് തോന്നാം, പക്ഷെ കള്ളക്കഥ ആയിരിക്കണം. രസമുള്ള ക്വസ്റ്റ്യൻ അല്ലേ അതെ, പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നതിനൊക്കെ തിരിച്ച് അടുത്ത ഇന്റർവ്യൂവിൽ അവൻ എനിക്ക് തരും തന്നെ. അപ്പൊ അത് ഞങ്ങൾക്ക് കണ്ടിട്ട് രസിക്കാലോ. ഭയം ധ്യാൻ ഒരു മാന്യനാണ്. അത് പറ്റില്ല. സിമ്പിൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പാടില്ല, കള്ളക്കഥ പറയണം. ഓ കഥ ഇത്തിരി കൂടി പോവും. ഒരു 3-4 ലൈനില് 5 കഥ പറയണോ? ഒരു 2 ഈ 5 കഥയും ഓരോ സിനിമയായിട്ട് ഇറക്കാൻ നിൽക്കുക ബേസിലല്ലേ? 5 പാർട്ടുള്ള സിനിമ ഏതൊക്കെ? 5 കള്ളക്കഥ. കള്ളക്കഥ നിങ്ങളുടെ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്നാലും മതി. നമുക്കതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാം. എന്നാലും ഓക്കെ, ചെറുതാക്കാം. പൊരെണ്ണം പറഞ്ഞേ മാന്യനാണെന്ന്. ധ്യാൻ നല്ലൊരു ആക്ടറാണ്. അത് ഓൾറെഡി കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ആണ്, സത്യമാണെന്ന് തോന്നിക്കണം. ധ്യാൻ്റെ ഇല്ല വേണ്ട, 2 ഒതുക്കാം. എനിക്ക് ഇതിൽ കൂടുതൽ പറഞ്ഞാലേ ചിലപ്പോ ഞാൻ ഏറിപ്പോവും. അതാണ്. അത് കുഴപ്പമില്ല, അടുത്ത വൈറൽ വീഡിയോ ആവല്ലോ. ഇപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു. നെക്സ്റ്റ്, ഏത് സിനിമ കണ്ടപ്പോഴാണ് എനിക്കും സിനിമ എടുക്കണമെന്ന് തോന്നിയത്? അങ്ങനെ ഭയങ്കര അങ്ങനെ രംഗത്തെ വസന്തി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നിയായിരുന്നു. അത് കൊള്ളാം. ഇങ്ങനെ ആ പ്രായത്തിൻ്റെയൊക്കെ ആയിരിക്കും. അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ആ സമയത്ത്. പിന്നെ പറയുന്ന ആമിർ ഖാൻ, അതുപോലെ സിദ്ധാർത്ഥ്, ആ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ്, ആ ഒരു ഏജ് ഗ്രൂപ്പ്, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള എനർജി, അവസാനം അതിൻ്റെ ഒരു ഇമോഷണൽ, അതിൻ്റെ ഒരു ജേണി, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു ആ സിനിമ കണ്ടത്. അപ്പോൾ ഇങ്ങനെ, പക്ഷെ അന്നും ഇങ്ങനെ ഫിലിം മേക്കർ ആവണം തോന്നിയിട്ടില്ല. പക്ഷെ സിനിമ എന്തോ ഭയങ്കര ഒരു പരിപാടിയായിട്ട് തോന്നിയത് ആ സിനിമ കണ്ടപ്പോഴായിരുന്നു. തോമസ് ആണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് മിന്നൽ മുരളി ഇറങ്ങിയല്ലോ, അപ്പോൾ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഇടയ്ക്ക് തോന്നിയൊരു ചോദ്യമാണ്. അപ്പോൾ മിന്നൽ മുരളിയിൽ മിന്നലായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ മാർവൽ ക്യാരക്ടേഴ്സിലൊക്കെ നോക്കുമ്പോഴും തോർ ഒരു മിന്നൽ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്യാരക്ടറാണ്. അപ്പോൾ മാർവലിൽ നിന്ന് ഇപ്പോൾ മിന്നൽ മുരളീനെ ഒരു ക്യാരക്ടറായിട്ട് ഇൻവൈറ്റ് ചെയ്താൽ എന്തായിരിക്കും ഒരു പ്രതികരണം? ഫസ്റ്റ് ഓഫ് ഓൾ അവരങ്ങനെ കൊളാബ് ചെയ്യില്ല. അവരുടെ ഒറിജിനൽ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു വേൾഡിൽ ഇവിടെ നിന്ന് ഒരാൾ വന്നിട്ട്, ഒരു മലയാളി പോയി നിന്നിട്ട് തോർ ചുറ്റി കിടറ എന്ന് സിദ്ധാർത്ഥ്. ഹലോ, ഹായ്. ബേസിലിന്റെ പേര് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്, കോതമംഗലം. പേര് പറയണ്ട, സ്ഥലം എന്ന് പറഞ്ഞാൽ. ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ള, ലൈക്ക് ബേസിലിന്റെ നുണ പറയാൻ വേണമെങ്കിൽ എന്നാലും കുഴപ്പമില്ല. മിന്നൽ മുരളി മൂവി എടുത്ത് കഴിഞ്ഞ്, ലൈക്ക് എൻ്റെ പ്ലാനിങ്ങും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ലൈക്ക് നെറ്റ്ഫ്ലിക്സ് ആയിട്ടുള്ള കൊളാബറേഷൻ വന്നപ്പോൾ ആക്ച്വൽ മലയാളികൾക്ക് കൊടുക്കേണ്ട മിന്നൽ മുരളി അല്ല കൊടുത്തത്. കുറേ മലയാളി ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന സീൻസ് മിന്നൽ മുരളിൽ ഉണ്ടായിരുന്നു. അത് നെറ്റ്ഫ്ലിക്സ് ആയിട്ടുള്ള കൊളാബ് വന്ന ശേഷം കളഞ്ഞ് ഒരു ഓൾ ഓവർ വേൾഡ് ഓഡിയൻസിന് വേണ്ടി സ്വിച്ച് ചെയ്യാൻ പറ്റിയൊരു മൂവിയാക്കി മാറ്റി. ഇൻഡസ്ട്രി ന്യൂസ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് കേട്ടു. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ അകത്തെ വാസ്തവം? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒറിജിനൽ എന്ത് ചെയ്തോ അത് തന്നെയാണ് അവർ എടുത്തത്. അങ്ങനെ ഒരു നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു സിനാരിയോയിലൊന്നും കട്ട് ചെയ്ത്, ഐ മീൻ അവർക്കും ഒതൻറ്റിക് ആയിട്ട് ഒറിജിനലായിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും ലോക്കലാവുക എന്നുള്ളതാണല്ലോ ആ സിനിമയുടെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാൻ ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അത് വേണമെന്ന് വരെ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല ആക്ച്വലി. അപ്പോൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് കിടക്കുകയാണ്. പൃഥ്വിരാജും താങ്കളും ചേർന്ന് അഭിനയിച്ച ഗുരുവായൂർ അമ്പലനടയിൽ നിങ്ങൾ 2 അളിയന്മാരുടെ ആ ഒരു ബോണ്ടിങ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയോ മാംഗോയിൽ ഓൺ എയർ നടത്തിയ കോൺടെസ്റ്റ് വാസ് അളിയന്മാർ, കൈൻഡ് ഓഫ് ഇൻലോസിനെ ആയിരുന്നു നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്നത്. സോ ഇൻലോസ് കഥകൾ, കുറച്ച് ഇൻലോസ് സ്റ്റോറീസ് ഒക്കെ കേട്ടാലോ? പക്ഷെ ഗുരുവായൂർ അമ്പലനടയിലെ നമ്മളുടെ ആ ഒരു അളിയനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക്. അല്ല, ഗുരുവായൂർ അമ്പലനടയിലെ ക്യാരക്ടർ അളിയനാണെങ്കിൽ ഭയങ്കര മറ്റേ ടോക്സിക് ആയിട്ടുള്ള അളിയനാണ്. ഈ പറയുന്നത് മറ്റേ സീനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഐഫോണിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ 2ാമത്തെ ഗിഫ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ഏതായിരുന്നു? നീ. അപ്പോൾ
ആനന്ദേട്ടൻ ഫോണിലൂടെ കള്ളുപിടിക്കുന്ന അളിയന്മാർ. അപ്പോൾ ചെയ്യുമ്പോഴും ഭയങ്കര രസമായിരുന്നു. നമ്മൾ കോമ്പിനേഷൻ കുറവാണ്, കൂടുതലും ഫോൺ കോളിൽ കൂടെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സീനുകൾ. പക്ഷെ ചെയ്യുമ്പോഴും രസമായിരുന്നു. ഈവൻ അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുന്നതൊക്കെ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാണിക്കുന്നതൊക്കെ. അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു അളിയനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരിക്കും നമുക്കും തോന്നിയിട്ടുണ്ട്. അത്രയും ടോക്സിക് ആയിട്ടുള്ള അളിയൻ. ടോക്സിക് ആയിട്ടുള്ള അളിയൻ രസമല്ലേ? ചിരിച്ചോണ്ടിരിക്കാലോ അത്. അല്ലാതെ എൻ്റെ റിയൽ ലൈഫിൽ അളിയന്മാർ അത്ര ടോക്സിക് അല്ല, സാധാരണക്കാരാ. അങ്ങനെ എന്തെങ്കിലും കൂടെ കിട്ടിയിരുന്നെങ്കിൽ വെച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുമെന്ന് തോന്നി. ബാക്കി അല്ലാതെ പിന്നെ ലൈക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുമായിട്ടുള്ള കൊളാബറേഷൻ, ആ അളിയൻ കുറച്ചുകൂടെ വേറെ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന ഇൻലോസ് കഥകൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ നമ്മളുടെ കൂടെ പ്രയാഗ് ഉണ്ട്. പ്രയാഗ്, എൻ്റെ മദർ ഇൻ ലോനെ കുറിച്ചുണ്ടെന്ന് പറഞ്ഞ്, മദർ ഇൻ ലോ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് കുറച്ച് കാശ് അത്യാവശ്യം വന്നു. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഞാനിങ്ങനെ മോർണിംഗ് മുതൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് എങ്ങനെയെങ്കിലും സോർട്ട് ചെയ്യണം, ഉച്ചയ്ക്ക് മുന്നേ എനിക്ക് ഇത്രയും കാശ് വേണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ വേറെ ആരുടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരി സൈഡിൽ കൂടെ ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വൈഫായിട്ട് മാത്രം ഷെയർ ചെയ്തു. പക്ഷെ അതൊരു 2 മണിക്കൂർ, ഒരു 3-4 മണിക്കൂർ, ഉച്ചയായപ്പോൾ, രാവിലെയാണ് ഡിസ്കഷൻ നടക്കുന്നത്. ഉച്ചയായപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ കാർഡാന്ന് തോന്നുന്നുണ്ട്, ATM കാർഡാണ് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പം എന്താ ആവശ്യം, ഞാൻ എന്തോ എനിക്ക് കേട്ട പോലെ തോന്നി, അതെന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്തിട്ട് ചെയ്ത് സോർട്ട് ചെയ്യട്ടോ, മുറിച്ചു വിട് എന്നുള്ള സെറ്റപ്പിൽ. അപ്പം അത് നമുക്ക് ചില സമയത്ത് അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ബ്ലാങ്കായി നിൽക്കുന്ന ഒരു സമയമില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഹെൽപ്പ് നമ്മൾ ഒരു ചോദിക്കാതെയും പറയാതെയും തരിക എന്നുള്ളത് ഒരു വലിയൊരു സപ്പോർട്ടാണ്. അതായിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്തു. എന്താണ് അമ്മായിയുടെ പേര്? അമ്മായിയുടെ പേര് സുഭാഷിണി. സുഭാഷിണി. ഓക്കെ. ഇതുപോലൊരു അമ്മായിയമ്മനെ കിട്ടാൻ ആഗ്രഹമുണ്ടോ? ഇടയ്ക്ക് കാശൊക്കെ തരുന്ന. അതെ, ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞും കണ്ടും കാശൊക്കെ തരുന്ന. നെക്സ്റ്റ് വി ഹാവ് രേഖ. ഞാൻ ഫിലിം കണ്ടു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ വരാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി. പിന്നെ എനിക്ക് ഒരു ബ്രദറിൻ്റെ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ അനിയൻ. അപ്പം എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബൈക്ക് ഓടിക്കാനും ബുള്ളറ്റ് ഓടിക്കാനൊക്കെ എന്നെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവരൊക്കെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രദറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ബ്രദറിൻ്റെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പേരെന്താണ്? പേര് ജിജ്ഞാസ്. ജിജ്ഞാസ്. നല്ലതല്ലേ? നമുക്ക് ബേസിൽ സിനിമയിലൊക്കെ ഓരോ നാടിനിടുന്ന പേര് പോലെ. നല്ല പേര്. എന്താണെങ്കിൽ ഈ മറ്റുള്ളവരുടെ അളിയന്മാരുടെ കഥകളും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വി ഹാവ് എ വീഡിയോ ഹിയർ. ഓക്കെ, ഇനി ആ വീഡിയോ കാണാം. എൻ്റെ പേര് അലൻ. ഞാൻ ബേസിലിന്റെ അളിയനാണ്. എൻ്റെ പെങ്ങൾ എലിസബത്തിനെയാണ് ബേസില് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ ഇടയ്ക്ക് കണ്ടു. ഞങ്ങൾ തമ്മിൽ അളിയനും തമ്മിൽ നല്ല ബന്ധമാണ്. ആ സിനിമയെ കാണിക്കുന്ന പോലെ അത്ര ഓവറൊന്നുമല്ല. ഞാൻ ബേസിലിനെ ദിവസം 4 പ്രാവശ്യം വിളിക്കാറോ ബേസിലേക്ക് ഐഫോൺ വാങ്ങിച്ചാറോ ഒന്നുമില്ല. എന്നാലും ബേസിലെ പരിചയപ്പെട്ട കാലം തൊട്ട് തന്നെ വളരെ നല്ല ബന്ധമാണ്. ഞാൻ ബേസിലിനെ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് 2011 തോന്നുന്നു. അപ്പോഴാണ് എലിസബത്തിന്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനൊരാളുണ്ട്, ഒന്ന് സംസാരിക്കണം, എങ്ങനെ നമുക്ക് നോക്കണം എന്നൊക്കെ. അന്ന് അപ്പൊ ഒരു 13 വർഷം മുന്നാണ്. അങ്ങനെ ഞാൻ സംസാരിച്ചു. അന്ന് എന്റെ മൊത്തം പിന്തുണ ഞാൻ പ്രഖ്യാപിച്ചു അവരുടെ ബന്ധത്തിന്. പിന്നെ ബേസിലിനെ ആദ്യമായിട്ട് കാണുന്നത് 2013 ബാംഗ്ലൂർ വെച്ചാണെന്ന് തോന്നുന്നു. അന്ന് തൊട്ടേ ഇപ്പോഴുള്ള ചിരിയും കളിയും തമാശ എല്ലാം ഉണ്ട്. പിന്നെ 2017 തോന്നുന്നു. അതെ, 2017 ബേസില് എലിസബത്തിനെ പെണ്ണ് കാണാൻ വരുന്നത്. ബേസിൽ വന്നു. ബേസിലിന്റെ കുടുംബം മൊത്തം ഉണ്ടായിരുന്നു, അച്ഛൻ അമ്മ എല്ലാരും. അപ്പൊ എന്റെ പപ്പായുടെ അനിയന്റെ വീട്ടിലാണ് അവര് ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പോയത് അന്ന് വന്ന ദിവസം. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബേസിലെ ഷർട്ട് തേക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അറിയാൻ മേലാത്തതാണോ അതോ മടിയാണോ എന്താണേലും ഞാനാണ് അന്ന് ഷർട്ടൊക്കെ തേച്ചു കൊടുത്തു. ഞാൻ തേച്ചു ഷർട്ടൊക്കെ ഇട്ട് ആണ് പുള്ളി പെണ്ണ് കാണാൻ വന്നത്.
അപ്പം അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ കാണാറുണ്ട് ഷൂട്ടിങ്ങിന്റെ ഒക്കെ സമയത്ത് തിരക്കുണ്ടെങ്കിലും ഒന്നുകിൽ രാത്രിയോ അല്ലെങ്കിൽ വെളുപ്പിനെയോ വേണ്ടിയിട്ട് ഹോപ്പിന്റെ കൂടെ സമയം ചെലവഴിക്കാനും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗി ചെയ്യുന്ന ഒരാളാണ് ബേസിൽ. അപ്പം സിനിമ കാണുന്ന പോലൊക്കെ തന്നെ ആനന്ദേട്ടനെ പോലെ അളിയനെ കിട്ടാൻ ഭാഗ്യം ജനിക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പം ഞങ്ങളെ കുന്നൂർ എല്ലാവർക്കും ബേസിലെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു അളിയനെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും പ്രത്യേകിച്ച്. എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അല്ല, ഈ പറഞ്ഞ പോലെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഷർട്ട് തേച്ചെന്നത് അളിയനാണ്, എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് പറയുന്നത് എനിക്ക് ആനന്ദേട്ടനെ പോലത്തെ ഒരു അളിയനെ വേണമെന്ന്. അല്ല, അങ്ങനല്ല, ഇത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ എലിസബത്തിന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവള് ഓക്കെ എന്ന് പറയാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ അടുത്ത് അവൾ ചേട്ടൻ്റെ അടുത്താണ് ആദ്യം ചോദിച്ചത്, ഓക്കെ പറയട്ടെ എന്നും പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചു. അവളെങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവള് ഓക്കെ ചേട്ടന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ആയിരുന്നു. ചേട്ടൻ്റെ അടുത്ത് മറ്റേ ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയിലെ മറ്റേ റിലേഷൻ ഇല്ലേ, എന്തായിരുന്നു പാട്ടെന്തായിരുന്നു, അതുപോലത്തെ ചേട്ടനും പെങ്ങളുമാണ്. അപ്പോൾ അവര് പ്രപ്പോസ് ചെയ്യുമ്പോൾ പോലും ചേട്ടനോട് ചോദിച്ചിട്ടാണ് അവള്. എലിയും ബേസിലും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, ബേസിലുള്ള പണി മുഴുവനും പുള്ളിക്കാരി തന്നെ കൊടുത്തോളും, വേറെ ആരും അതിന് വേണ്ടിയിട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയാ. അപ്പൊ ആ ഒരു കൊടുത്തും വാങ്ങിയുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ. അല്ല, എലി ഈ പറയുന്ന പോലെ എല്ലാ രീതിയിലും ഭയങ്കര സപ്പോർട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ സിനിമയിൽ വരുന്നതിന് മുമ്പാണെങ്കിലും, സിനിമയിൽ വരുന്നതിന് മുമ്പേ എനിക്കറിയുന്ന ആളാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ അത്രയും റൂട്ടഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 7 വർഷം പ്രേമിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടും ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കുക, അല്ലെ ഭയങ്കര മറ്റേ ചക്കരെ കുട്ട അങ്ങനെയൊന്നുള്ള റിലേഷനൊന്നുമില്ല. താമ്പോടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എലി അതൊന്നും എടുത്തു തരുമോ, ഇപ്പം നിൻ്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോയോ എന്നൊക്കെയാണ് ചോദിക്കുക. ഓക്കെ താങ്ക് യു, ഞാൻ പോയി എടുത്തോളാം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എലി ഒരു കാപ്പി ഇട്ട് തരുമോ, വേണമെങ്കിൽ പോയി ഉണ്ടാക്കി കഴിക്കണോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ടോക്സിക്കായിട്ട് അവിടെ പോയി ഹസ്ബൻഡ് ആവാനൊന്നും പറ്റൂല, നല്ല ഇടി കിട്ടും. അപ്പോൾ അതിൻ്റെ ദേഷ്യമാണോ നമ്മൾ ജയ 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 തീർത്തത്? എൻ്റെ ആ ഒരു ഫാന്റസി ജയ ജയ ചായതാടി. പക്ഷെ അതിൽ പിന്നെ നമ്മുടെ ജയ തിരിച്ച് പ്രയോഗിക്കുന്ന പോലത്തെ പ്രയോഗങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കാറുണ്ടോ? അത് ഫാന്റസി അല്ലായിരുന്നു, അത് റിയാലിറ്റി ആയിരുന്നു. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എനിക്കാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കുന്ന അവളെയാണ്. എന്തെങ്കിലും ടെൻഷൻ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പ്രശ്നമാണ്, നീ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, അങ്ങനത്തെ ഒരു ആസ് എ പേഴ്സൺ അവൾ അങ്ങനത്തെ ഒരാളാണ്. ഭയങ്കര ലിസണറാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, കൂട്ടുകാരും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവളെയാണ് ആദ്യം വിളിക്കുക. എലി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഇവളെല്ലാം കേട്ടിട്ട് സൊല്യൂഷൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാം ലിസൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഞാനപ്പോൾ അങ്ങനത്തെ ഒരു ലിസണറല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ടെൻഷനാവും. ഞാൻ അപ്പോൾ അവളെ വിളിക്കും. അപ്പോൾ അവളപ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ തരും, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിക്കും എന്താ ഇപ്പോൾ എടുക്കുക. അപ്പോൾ അവളിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യും. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ നന്നായിട്ടുള്ള ഒരാളാണ്. കണ്ടു വളരുന്ന ഹോപ്പിൻ്റെ അവസ്ഥ എന്താണ്? അതാണ് എൻ്റെ ഒരു ടെൻഷൻ. അവളെ കണ്ട് വളരുന്നോട്ട് കുഴപ്പമില്ല, എന്നെ കണ്ട് വളരുന്നത് ഇല്ല. ഹോപ്പും നല്ല ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നു. വീട്ടിലൊക്കെ ഞങ്ങൾ ഹോപ്പ് ഭയങ്കര എൻ്റർടൈൻഡ് ആണ്, ഫുൾ ടൈം ഭയങ്കര ചിരിയൊക്കെയാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും. ഇതേ ചിരിയാണോ? ഇല്ല, അത് മനസ്സിലാക്കാനായിട്ടില്ല. ചിരിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അപ്പ അമ്മ എന്നൊക്കെ വിളിക്കും. ഒരു വയസ്സായിട്ട് അപ്പ അമ്മ എന്നൊക്കെ വിളിക്കും. റിയൽ ലൈഫിലെ ബന്ധങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ റിയൽ ലൈഫിലെ ഒരു ബന്ധത്തെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഹായ് മാൻ, സർപ്രൈസ് ആയോ? എന്നോട് പറഞ്ഞു ബേസലിന് ഒരു സർപ്രൈസ് കൊടുക്കണം. ഞാൻ നേരിട്ട് വരാനിരുന്ന കേട്ടോ. കണ്ടില്ലേ, സർവാഭരണ വിഭൂഷിതമായിട്ടിരിക്കാം. ഞാൻ ഷൂട്ടിങ്ങിൽ അതുകൊണ്ട് വന്ന് സർപ്രൈസ് ചെയ്യാത്തതാണ്. അപ്പൊ അവർ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ, ഒരു സർപ്രൈസ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് ബേസലിനെ ഞെട്ടിക്കണം. ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. ആദ്യം ചോദിക്കാൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നോട് പറയാമെന്ന് വിചാരിച്ചു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അതായത് ഇനിയെങ്കിലും ബേസിലെ നീ ഒന്ന് വളരണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഹോപ്പിന് അതൊരു വലിയ ചീത്തപ്പേരായിരിക്കും. എന്റെ അപ്പൻ ഇതുവരെ വളർന്നില്ല മാനസികമായിട്ടെന്ന് പറയുന്നത് അവൾക്കൊരു വിഷമായിരിക്കും. അവൾക്കൊരു മോശം പേരുണ്ടാക്കരുത്, എലിസബത്തിന് പണിയുണ്ടാക്കരുത്. കാരണം ഫാലിമിയില്
ഞങ്ങളുടെ ഏറ്റവും കുരുത്തക്കെട്ടത് ബേസിലായിരുന്നു. കുരുത്തക്കെട്ട ചെറുക്കൻ എന്നൊക്കെ പറയല്ലേ, ഈ 2ാം ക്ലാസ്സിലൊക്കെ ഈ കുരുത്തക്കെട്ട പിള്ളേരെയൊക്കെ ഒരുക്കി ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ ചീവി വെച്ച് ടൈ ഒക്കെ കെട്ടിയിട്ട് നിർത്തി കഴിയുമ്പോൾ ചെളി ഉരുണ്ടിട്ട് വരും. അങ്ങനത്തെ കുരുത്തക്കെട്ട ഒരു മകനായിരുന്നു ബേസിൽ. എന്നിട്ടൊരു വീഡിയോ കണ്ടു എലിസബത്തിന്റെ, കൊച്ചിനെ ഒന്ന് നോക്കാൻ കൊടുത്തന്നെ ഒരു വീഡിയോ. അപ്പോഴും മനസ്സിലായി കൊച്ചുണ്ടായിട്ട് നീ പറഞ്ഞില്ലെന്ന്. അതുകൊണ്ട് പ്ലീസ് നീ എങ്കിലും വളരണം. സോറി, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതായിരുന്നു എന്റെ സർപ്രൈസ്. ഓക്കെ, ബൈ. അപ്പൊ ഇനി എന്നാ വളരുക? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. മഞ്ജു ചേച്ചീൻ്റെ അടുത്ത് കൂടെ അഭിനയിക്കുമ്പോൾ പുള്ളിക്കാരിയും ഭയങ്കര തമാശ, പെട്ടെന്ന് ചിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് മറ്റേ അച്ഛൻ മരിച്ചു, അല്ല അച്ഛൻ തിരുവനന്തപുരത്തുണ്ടെന്നൊക്കെ പറയുന്ന സീനുണ്ടല്ലോ പാനിമയിൽ. അതൊക്കെ വരുമ്പോൾ എനിക്ക് മഞ്ജു ചേച്ചിയുടെ മുഖത്ത് നോക്കുമ്പോൾ ചിരി വരും. അച്ഛൻ തിരുവനന്തപുരത്തുണ്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ മുട്ടയെ കഴിച്ചിട്ട് കാശിയിൽ മുങ്ങിക്കുളിച്ചോണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പെട്ടെന്ന് മുഖത്ത് ചിരിയൊക്കെ വരും പെട്ടെന്ന് ഇങ്ങനത്തെ സീനൊക്കെ അഭിനയിക്കുമ്പോൾ. മഞ്ജു ചേച്ചി എപ്പോഴും എന്നെ ചീത്തോണ്ടിക്കണം, ചിരിക്കലാണ് അലവലാതി, ഞാൻ എടുത്തോട്ടെ. എന്താണെങ്കിലും നമ്മൾ അളിയൻ അല്ലെങ്കിൽ ഇൻലോ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മളുടെ കൂടെ ഒരു ഫയാസ് കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്. അപ്പോൾ അളിയനുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്താണ് എനിക്കിവിടെ ഇൻവിറ്റേഷൻ കിട്ടിയത്. അപ്പോൾ പുള്ളിയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ നേരത്തെ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ, മദർ ഇൻ ലോയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടറിഞ്ഞ്, പണ്ടായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും മെൻ്റലി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമ്മളെ വളരെയധികം എന്താ പറയുക, എനിക്കൊരു റോൾ മോഡൽ, അതേപോലെ തന്നെ എന്തൊരു കാര്യത്തിനും സൊല്യൂഷന്, ഇതിനൊക്കെ പറ്റിയിട്ട് ഞാൻ തന്നെ ഒരു റോൾ മോഡലാക്കി വെച്ചുള്ളൊരു മനുഷ്യനാണ്. ചില സമയത്ത് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും പല പ്രശ്നങ്ങൾ വരുന്ന ടൈമിൽ എങ്ങനെ ഇയാൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു അടിപൊളി മനുഷ്യനാണ് പുള്ളിക്കാരൻ. ഏതായാലും എൻ്റെ ലൈഫിൽ പടച്ചവനായിട്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുള്ള ഒരു അടിപൊളി വ്യക്തി തന്നെ പറയാം എൻ്റെ അളിയനെ കുറിച്ചിട്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അളിയനും അടിപൊളിയാണ്, ഞാനും അടിപൊളിയാണ്. ജസ്റ്റ് വേറെ എന്നല്ല, വീഡിയോയിൽ വരാണെന്നുണ്ടെങ്കിൽ അളിയനെ കുറിച്ച് 2 വാക്ക് നിങ്ങളെ വക എൻ്റെ അളിയനെ കുറിച്ചിട്ട് എന്തെങ്കിലും അളിയനെ സന്തോഷമാവുന്ന എന്തെങ്കിലും രീതിയിലൊരു 2 വാക്ക്. ഷെബീർ എന്നാണ് ആള് പേര്, ഷെബീർ പറക്കാട്ട്. അളിയൻ പൊളിയാണ്, സൂപ്പർ എന്ന് ഷെബീർ അളിയൻ പൊളിയാണ്, സൂപ്പർ. ഓക്കെ, താങ്ക് യു. എന്റെ അളിയനെ പറ്റി എങ്ങനെയാണല്ലേ ബേസിൽ പറയുന്നത്? അതൊരു വലിയൊരു ഷോക്കായിരുന്നു. ഓക്കെ, ബേസിലിനെ ഹഠാത് ആകർഷിച്ച ഒരു ചിത്രകഥ ക്യാരക്ടർ? മായാവിയുടെ ഡയലോഗും കൂടെ പറയോ? കുട്ടിച്ചാത്ത. ഓക്കെ, ഒറ്റ ഇരിപ്പിന് എത്ര സിനിമ വരെ കാണും ബേസിൽ? ഒറ്റ ഇരിപ്പിനോ? ഇടയ്ക്ക് എണീക്കാൻ പറ്റില്ല. അല്ല, സോറി, ഒറ്റ ഇരിപ്പിന് 3 സിനിമയും കാണാം. ആണോ? അങ്ങനെ തച്ചിലിരുന്ന് കാണാറുണ്ടോ? ഇപ്പോൾ കുറച്ച് കൊച്ചൊക്കെ വന്ന് കച്ചറ ഉണ്ടാകും. അല്ലെങ്കിൽ കൊച്ചാവുന്നതിന് മുമ്പ് 3 സിനിമയെ കാണാറുണ്ട്. ഓക്കെ, വയസ്സാകുന്നതിന് മുൻപ് പഠിക്കണമെന്ന് തോന്നിയ മറ്റൊരു സ്കിൽ? വയസ്സാവണ എനിക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പയ്യന്മാർ ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഷൈൻ ചെയ്യണ കാണുമ്പോൾ ഒരു അസൂയൊക്കെ തോന്നാറുണ്ടായിരുന്നു. അവന്മാർ മറ്റേ എനിക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അതിൻ്റെ പരിപാടി. അത് ഗിറ്റാർ പ്ലേ ചെയ്ത് പാട്ട് പാടണമെന്നല്ലേ? അതെ, പാട്ട് ഞാൻ നന്നായിട്ട് പാടും ആക്ച്വലി. അതെ, വെറുതെ അതിനുള്ള അവസരം തരാം. അത് വേണ്ട. ഓക്കെ, അപ്പൊ ഗിറ്റാർ പഠിക്കണമെന്നാണ്. ഞാൻ പറയുന്ന ആൾക്കാരിൽ നിന്നും ആവാഹിക്കേണ്ടത് എന്ത്? മോഹൻലാൽ, ലാലേട്ടൻ്റെ ഓഫ് കോഴ്സ് എല്ലാം. അല്ല, ലാലേട്ടൻ ആസ് ആൻ ആക്ടർ ഈ പറയുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ സിനിമ കാണുമ്പോഴും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത് ശരി ലേശം. മമ്മൂക്ക അതും അതുപോലെയൊക്കെ തന്നെ. അത് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? അത് അങ്ങനെ തന്നെ നിൽക്കുന്നത്. വിനീത് ശ്രീനിവാസൻ ചിരി, വിനയം, ധ്യാൻ, ഒന്നും വേണമെന്നില്ല. ടൊവിനോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഇൻ ടേംസ് ഓഫ് ഈ പറയുന്ന ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട് അവൻ്റെ ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, അത് ഇച്ചിരിയോടെ അവിടെ നിന്ന് ഇച്ചിരി എടുത്ത ലൈക്ക് സെറ്റിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുക. അത് ഇച്ചിരിയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പറയുന്ന ഫിസിക്കലി ഒക്കെ ആൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ സിനിമേനെയും
അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനർജി ഉള്ളതുകൊണ്ടാണ്. സെറ്റിൽ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര എനർജിയാണ്. സഞ്ജു സാംസൺ ഒരു ബോൾ 6 അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. സഞ്ജുവും ഈ പറയുന്ന ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ഈ പറയുന്ന മൊത്തത്തിൽ നമ്മൾ ടി വിയിൽ കാണുമ്പോഴും അറിയാലോ, മൊത്തത്തിൽ ചില്ലാണ്. കളി തോറ്റിട്ട് നമ്മൾ ഭയങ്കര അയ്യോ ആൾ തകർന്നിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് മാൻ എന്തൊരു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവിടെ. ഓക്കെയാണ്, അത് കുഴപ്പം. അത് എന്തു വന്നാലും ഭയങ്കര ഈസി ആയിട്ട് നേരിടുന്ന ഒരാളാണ്. ബേസിൽ ഭയങ്കര ഒരു ക്രിക്കറ്റ് ആരാധകനൊന്നല്ല, ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളല്ലേ, പ്ലെയർ അല്ലേ? അത് പ്ലെയർ എന്നാ പറയാ അതിന്. എന്നാ പ്ലെയറാ. എല്ലാ വെക്കേഷൻ ആകുമ്പോഴേക്കും എല്ലാ അവിടുത്തെ ഗ്രൗണ്ടുകളിലും പോയി ക്രിക്കറ്റ് കളിക്കും, മാച്ച് വെക്കും. മറ്റേ ബോളിനൊക്കെ മാച്ച് വെക്കും, സ്റ്റംബർ ബോൾ, ജയിക്കുന്ന ആക്കും ബോൾ. അങ്ങനത്തെ മാച്ച് വേറെ ടീമൊക്കെ ആയിട്ട് പോയി കളിക്കും, അങ്ങനെയൊക്കെ കളിക്കും. എല്ലായിടത്തും. എൻ്റെ ഒരു തൊട്ടടുത്ത വീട്ടിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഷിൽട്ടൻ എന്ന് പറഞ്ഞിട്ട്. അവന് ഞാനും കൂടെ ആയിരുന്നു ട്രാവൽ ചെയ്ത് ക്രിക്കറ്റ് കളിക്കായിരുന്നു. പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ക്രിക്കറ്റ് കളിക്കും, ചില്ലടിച്ച് പൊട്ടിക്കും, അച്ഛൻ്റെ ചീത്ത കേൾക്കും. അങ്ങനെ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഇപ്പം ഈ ഗലി ക്രിക്കറ്റ്, ഐ മീൻ കണ്ടം ക്രിക്കറ്റ് ഈ ലീഗ് മാച്ച് ആക്കി നടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ആ ഉണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും എത്തിയാണ്. കണ്ടം ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യൻസ് എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അന്നേരം അതൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമാ സംബന്ധമായ ഡൗട്ടുകൾക്ക് ആദ്യം വിളിക്കുന്നത് ആരെ? ശ്യാമേട്ടനെ വിളിക്കാം, ശ്യാം പുഷ്കറിനെ വിളിക്കാറുണ്ട്. പിന്നെ സമീർ തായർ. ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട്. എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് അങ്ങനത്തെ ഡൈലമ ഒക്കെ വരുമ്പോൾ വിനീതേട്ടനെ വിളിക്കും. അല്ലെങ്കിൽ ആദ്യം പോലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിരി ഇസ് ഫേമസ് അല്ലേ? ഓക്കെ, എന്തായാലും നമ്മളുടെ കൂടെ ഒരു വീഡിയോ ഉണ്ട്. ഈ ക്യാമറയുടെ മുമ്പിലേക്ക് ഷോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ചിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മറ്റേ അൺപ്രൊഫഷണൽ ബിഹേവിയർ ആണ്. പക്ഷെ ഞാൻ ആകെ 2 പ്രാവശ്യമാണ് സീനിൽ ചെയ്ത്. അത് ഒരു പ്രാവശ്യം ഡിയർ ഫ്രണ്ടും ഇവന്റെ കൂടെ തന്നെ. ഇതിൽ ഞങ്ങൾ പല സീനിൽ ഇതേപോലെ ഞങ്ങൾ ഇങ്ങനെ ഓക്കെ ഇനി ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇടയ്ക്ക് എവിടെയെങ്കിലും ചിരി തുടങ്ങിയാൽ പിന്നെ കുറേ ടേക്ക് പോയിട്ടുണ്ട്. അന്ന് ചിരിക്കും. സോ എനിക്ക് കാണാം, പക്ഷെ ബാക്കി എല്ലാവരും നോക്കുമ്പോൾ ഞാനാ ഫസ്റ്റ് ഓർമ്മിച്ചിരിക്കുന്നത്. ഇവൻ മറ്റേ ഇങ്ങനെ 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 നിൽക്കേണ്ടടുത്ത് പെട്ടെന്ന് കണ്ണിൽ ഇങ്ങനെ ഒരു ചിരി കാണും എനിക്ക്. അപ്പൊ എനിക്കത് കാണുമ്പോ പിന്നെ എല്ലാരും കൂടെ ദർശന ചിരിക്കില്ലേ പ്ലീസ്. ഉള്ളിൽ ചിരി വരുമ്പോ കണ്ണിൽ അറിയാലോ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ദർശനയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എപ്പോഴും ചിരി വരും. ഞങ്ങളെ രണ്ടുപേരുടെയും കൂടെ ഒരു 2 ഷോട്ടാണ്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, മൈക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണല്ലോ. നോക്കുമ്പോൾ മൈക്കൊന്നും കാണില്ല. നമ്മൾ ഓക്കെ റെഡി സാർ റോൾ ക്യാമറ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ ടോയിങ് എന്ന് പറഞ്ഞിട്ട് മൈക്ക് പെട്ടെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ദർശനയ്ക്ക് ചിരി വന്നു. വീണ്ടും ഡയറക്ടറിനെ ദർശന അച്ചിരിക്കല്ലേ സാർ, എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ദർശനം ഇങ്ങനെ ചിരിച്ചാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ബേസിലിന്റെ ചിരിയെ പറ്റി പറയുന്നു, പക്ഷെ ബേസിൽ മറ്റുള്ളവരുടെ ചിരിയെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇല്ലേ? വേറെ ആരുടെ? ദർശനയുടെ ചിരിയാണോ? ദർശനല്ലേ? ആ, ദർശനയുടെ ചിരി മാത്രമല്ല, ജോണി ആന്റണിയുടെ ചിരി. ജോണി ചേട്ടൻ മറ്റേ ഭൂതല സംപ്രേഷണം നിലച്ചു എന്ന് പറയുമ്പോ ഒരു സൗണ്ട് വരൂലേ, അങ്ങനത്തെ ചിരിയാ. ഇങ്ങനെ ചിരിച്ചിട്ട് പിന്നെ കുറച്ചേരം ഇങ്ങനെ എന്ത് പറ്റി ജോണി ചേട്ടാ ഓക്കെ ഇങ്ങനെ നിൽക്കും. ദർശനയുടെ ചിരിയാണെങ്കിൽ മറ്റേ ചൂലൊക്കെ എടുത്തു പോകുന്ന ദുർമന്ത്രവാദിനിമാരില്ലേ പഴയ കാർട്ടൂണിലൊക്കെ എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു ഫീലുള്ള ചിരിയാ ദർശനയുടെ ചിരി. പിന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ള ചിരികൾ പിന്നെ ഭയങ്കര അണ്ടർ റേറ്റഡ് ഒരു ചിരിയുണ്ട്, വിനീതേട്ടൻ്റെ ചിരി. അത് ഇതിലും മോശമാണ്, വളരെ മോശം ചിരിയാണ്. പക്ഷെ അതിന് ഒട്ടും ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഭയങ്കര അണ്ടർ റേറ്റഡ് ചിരിയാണത്. വിനീതേട്ടൻ്റെ ചിരി എന്നേക്കാളും മോശമാണ്. അയ്യോ സഹിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഫ്രാൻസിൽ എങ്ങോട്ട് ഒരു TV ചാനലിൽ പലതരം ചിരികളുടെ ആൾക്കാരുടെ ഒരു ഗെറ്റ് ടുഗദർ എന്തോ ഉണ്ടായിരുന്നു ഇതുപോലെ. അപ്പൊ ആ റൂമിൽ ആരോ എന്തോ കോമഡി പറഞ്ഞു. അപ്പോൾ ചിരിയങ്ങ് തുടങ്ങി. കാക്ക കരയുന്നു, കുയിലിന്റെ ശബ്ദം, അങ്ങനെയൊക്കെ ചിരികളുടെ സൗണ്ട്, ഈ സൗണ്ടുകളൊക്കെ. ഈ റീല് കുറേ പേര് എനിക്ക് ഫോർവേഡ് ചെയ്തു, നിനക്കും പോവായിരുന്നു, നല്ലൊരു പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ബേസിൽ വളരെ സന്തോഷം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിലും. ഗുരുവായൂർ അമ്പലനടയിലിൻ്റെ എന്താ പറയുക, റേഡിയോ മാംഗോ ആയിട്ടുള്ള അസോസിയേഷൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഫാൻ ഫെസ്റ്റിൽ നമ്മൾ ബേസിലിൻ്റെ കുറേ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ വെറും കൈയോടെ നമുക്ക് ബേസിലിനെ പറഞ്ഞയക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ബേസിലിന് ഞങ്ങളുടെ വക ഒരു ചെറിയ മെമൻറ്റോ ഉണ്ട്.
അതിന് നൽകാനായി നമ്മളുടെ CEO, റേഡിയോ മാംഗോ CEO ശ്രീ മനോജ് മാത്തൻ